ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറച്ച് പേര് കുറച്ചധികം ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ മുടീനെ പറ്റിയിട്ട്. ഓക്കെ, എന്നോട് മുടീനെ പറ്റി ചോദിക്കാൻ കാരണമുണ്ട്. ബിക്കോസ് എൻ്റെ മുടി ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന മുടി പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എൻ്റെ മുടി ഭയങ്കര കേളി ആയിട്ട്. കേളി എന്ന് വെച്ചാൽ പ്രോപ്പർ കേൾസ് അല്ല, ഒരു വേവി ലേക്ക് ചാരുന്ന കേൾസ്, അങ്ങനത്തെ ഒരു കേൾസാണ് എൻ്റെ മുടി ഇപ്പം. പക്ഷെ എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നില്ല, എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കറിയത്തില്ല. എൻ്റെ മുടി സൂപ്പർ സ്ട്രെയിറ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് മാത്രം ഒരു വേവ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാണ്ട് ഫുൾ മുടി സ്ട്രെയിറ്റ് ആയിരുന്നു. എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഈ ഇടയ്ക്കാണെങ്കിലും ഞാൻ സ്കൂളിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് ടീച്ചേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ മുടി ഇങ്ങനെയായി, നിന്റെ മുടി എങ്ങനെയാ മാറിയത്? കാരണം ടെക്സ്ചറേ മാറിപ്പോയി. ഇങ്ങനെ അല്ലായിരുന്നു മുടി, സ്ട്രെയിറ്റ് ആയിട്ടല്ലോ. ഞാൻ മുടിയുടെ പിക്ചർ എന്തായാലും ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നില്ല. അപ്പം അങ്ങനെ നിന്നിരുന്ന മുടി, സ്ട്രെയിറ്റ് ആയിട്ടുണ്ടായിരുന്ന മുടി ഇങ്ങനെയായി എന്നുള്ള ചോദ്യം എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഇത് മിക്കവരും എന്നോട് ചോദിക്കും, നീ പേം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് കേൾ ആക്കുന്നതാണ്. പേം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, നീ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അതൊക്കെ കേൾക്കാൻ എനിക്ക് ചെറിയ സന്തോഷമാണ്. കാരണം കൊള്ളാലോ, അപ്പൊ രസമുണ്ടല്ലേ കാണാൻ എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോറി ഞാൻ മൊത്തം പറഞ്ഞത്. അതിന് മുമ്പ് ഞാൻ ഇന്ന് സാരി ഒക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട്, പക്ഷെ കണ്ണിങ്ങനെ ഇരിക്കണം. ബിക്കോസ് ഇന്നലെ ഉറങ്ങിയായിരുന്നു, കുറച്ച് ഉറക്കം കൂടിപ്പോയെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഹാങ് ഓവറാണ്. അതുകൊണ്ടാണ് കണ്ണിങ്ങനെ ഇരിക്കണം. ഞാൻ പിന്നെ മേക്കപ്പ് ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കും കണ്ണിൻ്റെ മുകളിൽ ഒരു തിളങ്ങുന്ന ഐലൈനറും പിന്നെ ഒരു പൊട്ട് മാത്രമേ ഇട്ടുള്ളൂ. എനിക്ക് മേക്കപ്പ് ഇടാൻ മടിയായിരുന്നു, ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു. ഇന്നത്തെ ഡേ ഞാൻ ഭയങ്കര ലേസിയാണ്. പക്ഷെ നമ്മൾ ലേസി ആണെങ്കിലും നമ്മൾ എണീറ്റ് വരുമല്ലോ. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇങ്ങനെ സാരി കൊടുത്തിട്ടെന്ന്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സാരി കൊടുത്തത് ഞാൻ വേറൊരു പണിക്ക് വേണ്ടിയിട്ടാണ്. ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി സാരി എടുത്തു. ഇവിടെ ഒരുത്തൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഊഫി ഡാന്ന് പറഞ്ഞപ്പോ നോക്കിക്കൊണ്ടിരിക്കുക ആ വീട്. അപ്പൊ എന്തായാലും നമ്മളപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈ ട്രാൻസിഷൻ, ഹെയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ എന്തായാലും എൻ്റെ മുടീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ഓക്കെ, എവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? ഓഫേ, ഈ ചെറുക്കൻ ഇവിടെ കിടന്ന് ഇങ്ങനെ അടങ്ങിയിരുന്നേ, ഞാൻ വീഡിയോ എടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് തുടങ്ങാം. ഓക്കെ, അപ്പം എൻ്റെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ കള്ളച്ചെറുക്കൻ കാരിച്ചല്ല എന്നെ, കള്ളച്ചെറുക്കനാണ്. വേണ്ട കണ്ടോ ഇവനുണ്ടാക്കുന്ന അലമ്പ് നിങ്ങൾ കണ്ടോ? ഇത്ര അലമ്പാണ് നമ്മൾ കാണുമ്പോൾ ഓർക്കും ചൊച്ചു കാവയാണല്ലോ. ഒരു ചൊച്ചു കാവയല്ല, നല്ല അലമ്പ ഇവൻ. അവിടെ ഇരുന്നോ യു ഫൂൾ. അപ്പം എന്തായാലും ഇപ്പൊ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. കുറെ ഫോട്ടോസ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ എല്ലാം അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ത് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ പഫ് കെട്ടും, ഇങ്ങനെ പഫ് കെട്ടിയിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പോണി കെട്ടിയിടും. നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ആൾക്കാരൊക്കെ പറയുന്നു എൻ്റെ മുടി നല്ല തിക്നെസ്സും ഉണ്ടായിരുന്നു, സ്ട്രെയിറ്റ് ആയിരുന്നു, എന്നാൽ പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ഷൈനി ആയിരുന്നു. പക്ഷെ ടച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര റഫായിരുന്നു. എനിക്ക് എൻ്റെ ഹെയർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തൊടുന്ന സമയത്തൊക്കെ ഭയങ്കര റഫ് ആൻഡ് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആണെന്ന് തോന്നുമായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഹെയർ ആയിരുന്നു എൻ്റെത്. അത് കഴിഞ്ഞ് +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ടെക്സ്ചർ തന്നെ കേട്ടോ. ടെക്സ്ചറിന് ഒരു മാറ്റം വന്നില്ല. ബിക്കോസ് ഞാൻ എൻ്റെ സ്കൂളിംഗ് മൊത്തം ചെയ്തത് കേരളത്തിലാണ്, ഇവിടെ കോഴിക്കോട് തന്നെയാണ് ഞാൻ എൻ്റെ സ്കൂളിംഗ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം വേറെ പുറത്ത് പോയി പഠിച്ചിട്ടില്ല. ആ സ്കൂളിംഗ് സമയത്ത് മൊത്തം ഞാൻ 1 to 12 വരെ ഞാൻ കേരളത്തിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ അതിന് വെള്ളത്തിന്റെ ഒരു മാറ്റം വരുന്നില്ല. എനിക്ക് വെള്ളമാണോ കറുത്തെന്നൊന്നും അറിയത്തില്ല, വെള്ളത്തിന്റെ മാറ്റം ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ വിട്ട് കോളേജിൽ പോയി. +2 വരെ നമ്മുടെ മുടി ആസ് യൂഷ്വൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പൊ +2 ഫെയറലിന്റെ മുടി നിങ്ങൾ കാണണം, ഞാൻ അത് അറ്റാച്ച് ചെയ്യാൻ പിക്ചർ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്, പഠിക്കാൻ വേണ്ടി പോയി.
അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാ ദിവസവും തല നനയ്ക്കുമല്ലോ, പക്ഷെ യൂഷ്വലി അവിടെ ആരും എല്ലാ ദിവസവും തല നനയ്ക്കത്തില്ല. അപ്പൊ എല്ലാ ദിവസവും ആക്ച്വലി തല നനയ്ക്കേണ്ട ആവശ്യമില്ല, നല്ലതല്ല. ഒരു ആഴ്ചയിൽ 3-4 തവണ ഓക്കെ, പക്ഷെ എല്ലാ ദിവസവും തല നനയ്ക്കുന്ന നല്ലതല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ ചെന്ന് ഞാൻ ആരംഭ ശൂരത്വത്തിൽ എല്ലാ ദിവസവും തല നനച്ച് നമ്മൾ കുളിക്കണമല്ലോ, നമ്മൾ വേറെ സ്ഥലത്ത് പോയതാണല്ലോ, അപ്പൊ നല്ല വൃത്തിയിലാണല്ലോ, അപ്പൊ നമ്മൾ എല്ലാ ദിവസവും കുളിച്ചൊക്കെ തല നനച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇനിഷ്യലി തന്നെ കേട്ടോ, ഒരു 2 വീക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി വെള്ളത്തിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലൈമറ്റിക് ചേഞ്ചിന്റെ ആയിരിക്കും, നമ്മൾ മാറി വന്നതാണല്ലോ വേറെ സ്ഥലത്തേക്ക്. അപ്പൊ അതൊക്കെ കാരണമായിരിക്കും ഓർത്തിട്ട് ഞാൻ ഓർത്തു എന്തെങ്കിലും ആവട്ടെ ശരിയാവുമായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ അത് ശരിയായില്ല. പിന്നെ ഫ്രിസി ആയിക്കൊണ്ടിരുന്നു, പിന്നെയും ഇങ്ങനെ സെയിം തന്നെ, ലൈക്ക് നമ്മുടെ മുടിയുടെ ഇവിടെയൊക്കെ ഭയങ്കര ഫ്രിസി ആയിട്ടാണ് ഇരിക്കണത്. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ ഒരു ലീവിനെന്താ വന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്ക് പോയിട്ട് മുടി എന്നാ പിന്നെ സ്മൂത്തൻ ചെയ്താലോ, മുന്നത്തെ ഭാഗം ഈ ക്രൗൺ ടു ക്രൗൺ ഏരിയ ഉണ്ടല്ലോ ആ മുന്നത്തെ ഭാഗം സ്മൂത്തൻ ചെയ്താലോ എന്ന് ഓർത്തു. അപ്പൊ അമ്മ വാസ് ലൈക്ക് ഓക്കെ വേണോന്നൊക്കെ കാര്യം ചോദിച്ചു. പിന്നെ അമ്മ വാസ് ലൈക്ക് ആ ഓക്കെ പോയി ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി പോയി. എന്ത് സീന, എന്റെ ട്രൈപോഡ് തട്ടിയല്ലേ. അങ്ങനെ നമ്മള് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി, സ്ട്രേറ്റിനല്ല സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി പോയി ക്രൗൺ ടു ക്രൗൺ ഏരിയ സ്മൂത്തൻ ചെയ്തു. അപ്പത്തേക്കും എനിക്ക് സന്തോഷമായി. ഓക്കെ, മുന്നിൽ സ്മൂത്തൻ ചെയ്ത് അപ്പം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കും. പക്ഷെ ഉള്ളത്തെ മുടി മൊത്തം ഇപ്പോഴും എന്താണ് ഫ്രിസി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഉള്ളത്തെ മുടി ഫുൾ ഫ്രിസി, പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ സബാഷ് അടിപൊളി എന്നുള്ള രീതിയിലിരിക്കും. പിന്നെ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഒബ്സഷൻ ആയിരുന്നല്ലോ, സ്ട്രേറ്റ് ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒബ്സഷൻ അല്ല എല്ലാവർക്കും. എല്ലാവരും സ്ട്രേറ്റ് മേടിക്കുന്നു, അടിപൊളി നല്ല മഴ, വാവ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒബ്സഷൻ ആയിരുന്നു സ്ട്രേറ്റ് ഹെയർ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര ഒബ്സഷൻ ആയിരുന്നു. അപ്പം കേളി ഹെയർ ഒന്നും ആ സമയത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമല്ല. അപ്പം എല്ലാവരും സ്ട്രേറ്റൻ ചെയ്യുകയാണ് സലൂണിൽ പോയിട്ട്. അപ്പം ഞാൻ ഈ സ്ട്രേറ്റൻ ചെയ്ത മെയിൻ റീസൺ എനിക്ക് ഫ്രിസി ആയിരുന്നു ഹെയർ ഭയങ്കരമായിട്ടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഓർക്കുന്നില്ല എൻ്റെ മുടി കേളി ആവുമെന്ന്. കാരണം എൻ്റെ മുടി ജനിച്ചപ്പോൾ തൊട്ടേ എനിക്ക് മുടി വെച്ച് വന്നപ്പോൾ തൊട്ടേ എൻ്റെ മുടി സ്ട്രേറ്റ് ആണ്. അപ്പം ഞാൻ ഒരിക്കലും മാനത്ത് കൂടി പോലും ആലിക്കണില്ല എൻ്റെ മുടി കേളി ആവുന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ഞാൻ മുടി സ്ട്രേറ്റൻ ചെയ്തു. 2 പ്രാവശ്യം സ്മൂത്തൻ, 2 പ്രാവശ്യം ക്രൗൺ ഏരിയയിൽ സ്മൂത്തൻ ചെയ്തു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങി മുടിയുടെ ടെക്സ്ചർ മാറുകയാണ്. സ്ട്രേറ്റൻ ചെയ്ത മുടി താഴേക്ക് വരും, മുകളിലേക്ക് പിന്നെ ഒരു ചെറുതായിട്ട് എന്തോ പോലെയൊക്കെ ആയി വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെ ഇട്ടിട്ട് മുടി റെഡി ആവുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും മുടി സ്ട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് എനിക്ക് കേളി ആയിട്ട് സ്ട്രേറ്റ് ചെയ്യാൻ അറിയത്തില്ല ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ചെയ്തോണ്ടിരിക്കും. എൻ്റെ ഒരു സ്ട്രേറ്റ്നർ ഉണ്ടായിരുന്നത് കേടായിപ്പോയി. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് സ്ട്രേറ്റ്നർ മേടിച്ച് ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്ത് ചെറുക്കാ സോറി ഗൈസ് അഗൈൻ സോറി. അങ്ങനെ സ്ട്രേറ്റൻ ചെയ്ത് മുടി ഒരു വഴിക്കായി. എല്ലാ ദിവസവും ഇങ്ങനെ ഹീറ്റ് മുടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും അവസ്ഥ, ഭയങ്കര ടെറിബിൾ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഫുൾ ടൈം ഹീറ്റ് ഉപയോഗിച്ച് ഒരു വഴിക്കായിട്ട് മുടി ഭയങ്കര കൊഴിച്ചിലായി, ഭയങ്കര ഡാൻഡ്രഫ് ആവാൻ തുടങ്ങി, അങ്ങനെ എല്ലാ രീതിയിലും. പക്ഷെ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഓർക്കുന്നില്ല എൻ്റെ മുടി ഇനി കേളി ആവുന്നതാണോ, കേളി ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് അറിയത്തേ ഇല്ല, ഞാൻ ഭയങ്കര ഇഗ്നറന്റ് ആണ് കേളി ഹെയറിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൊറോണ സമയത്ത് ഞാൻ വീട്ടിൽ വന്നു. കൊറോണ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലായിരുന്നല്ലോ 1.5 വർഷം. അപ്പൊ ആ സമയത്ത് ഞാൻ മുടി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ട്രീറ്റ് ചെയ്ത് വെച്ചാൽ എണ്ണയൊക്കെ തേച്ച് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ കൊടുത്ത് ഫുൾ സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ ആൻഡ് ഹെയർ കെയർ ആയിരുന്നു. കൊറോണയുടെ സമയത്ത് എല്ലാവർക്കും അറിയാം, മിക്കവരും അങ്ങനെയായിരുന്നു, എല്ലാം ഫുൾ ഫിറ്റ്നസ് എല്ലാം അങ്ങനെയായിരുന്നു അടിപൊളിയായിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഓക്കെ എൻ്റെ മുടി കേളിയായി വരികയാണ് പ്രോപ്പറായിട്ട്. ബിക്കോസ് ഞാൻ മോൾ ഭാഗം കുഴപ്പമില്ല, മോൾ ഭാഗം ഇങ്ങനെ വിട്ടോ, താഴ്ഭാഗം കണ്ടോ ഈ ഭാഗമൊക്കെ ഫുള്ളി ഇങ്ങനെ കേളി ആയിട്ട് വരുമായിരുന്നു. ആൻഡ് നമ്മൾ കേളി ഹെയർ ചീകുമല്ലോ, നമ്മൾ കേളി ഹെയർ ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രിസി ആയിട്ട് ഇങ്ങനെ പുഫ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നിൽക്കും. അപ്പൊ എന്റെ മുടി ഞാൻ എപ്പോഴും ചീകുമായിരുന്നു, കേളി ഹെയർ ആണെന്ന് അറിയാണ്ട്, കേളി ഹെയർ ആവുകയാണ് എന്നറിയാണ്ട്. എന്നിട്ട് ഞാൻ ചീകി എപ്പോഴും പുഫ് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഞാൻ പതുക്കെ യൂട്യൂബ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കേളി ഹെയർ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നോക്കി പഠിക്കാൻ തുടങ്ങി. ഇനി എങ്ങാനും അതാണെങ്കിലോ എന്നാലോചിച്ചിട്ട് ഞാൻ ഓർത്ത് വൈ നോട്ട് ഐ വിൽ ട്രൈ ദിസ് വൺ റൈറ്റ് നൗ എന്നിട്ട് ഞാൻ യൂട്യൂബ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ മേ ബി ഇതൊരു ബേബി കേളി ഹെയർ ആണ്. സോ ഐ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഞാൻ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം ഒരു പ്രൊഡക്ട്സ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ജസ്റ്റ് വെള്ളം നനച്ചിട്ട് അപ്പോഴും ഇവിടെ മുന്നിലൊക്കെ കുറച്ച് സ്ട്രൈറ്റൻ ചെയ്തതിന്റെ ബാക്കിയുണ്ട് കേട്ടോ, ബാക്കി മുടി കാണുമല്ലോ. അപ്പം
നനച്ച് എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് തുടങ്ങി. ജസ്റ്റ് ആദ്യത്തെ ഷാമ്പു കണ്ടീഷണർ ഇട്ടിട്ട് ഞാൻ പിന്നെ മുടി തോർത്തുന്നതിന് വരെ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ സ്ക്രഞ്ച് ചെയ്ത് നോക്കിയ സമയത്ത് പ്രോപ്പറായിട്ട് സ്ക്രഞ്ച് ചെയ്ത് വന്നു ഫസ്റ്റ് ടൈം. ആ ഫസ്റ്റ് ടൈം വന്നതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ നോക്കുന്നതാണ്. അറ്റാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ടൈമിൽ എന്റെ മുടി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഐ വാസ് ലൈക്ക്, ഓ കൊള്ളാം, പക്ഷെ അത്ര വലിയ രസമൊന്നും ഇല്ല, ഇതൊക്കെ എങ്ങനെയാ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ ഞാൻ ബാംഗ്ലൂരേക്ക് പോയി. ഇപ്പൊ ബാംഗ്ലൂർ പോയപ്പം ബാംഗ്ലൂർ നമ്മളെല്ലാവരും ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല. പിന്നെ ഞാൻ ആഴ്ചയിൽ 3-4 വട്ടം തല നനയ്ക്കുന്നത്. അപ്പൊ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഓക്കെ ശരി എന്നാ പിന്നെ ഫൈനലായിട്ട് അവിടെ ഇങ്ങനെ കേളിയായി തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ മുടി കേളിയായി, ഇനിയൊരു ഇതില്ല, കേളിയായി, ഇനി കേളിയായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് നോക്കാം. കേളി ഹെയർ നല്ല രസമാണല്ലോ, നല്ല രസം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ വേവി കേളിയായി എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഫുൾ മുടി നമുക്ക് മുറിച്ച് കളയാം എന്ന് വെച്ചാൽ സ്ട്രേറ്റിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ച് കളയാം. അങ്ങനെ ഞാൻ എന്റെ മുടി ഇത്ര ഷോർട്ടാക്കി. അപ്പൊ ഇത്ര ഷോർട്ടാക്കിയപ്പോൾ ഉള്ള ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഇത്ര ഷോർട്ടാക്കി, ഇപ്പൊ ഷോർട്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഷോർട്ടാക്കി തരുമ്പോൾ അവർ സ്ട്രേറ്റ് ചെയ്തിട്ട് തന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത്രയേ ഉള്ളൂ. ദേവി ഇനി ഇത് കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് കേളി ഹെയർ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ കയറിപ്പോയല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് വാവ് അടിപൊളി, മുറിച്ച സാരി ഇച്ചിരി പൊങ്ങുന്നുള്ള രീതിയിലായി. ഐ വാസ് ലൈക്ക് എന്തെങ്കിലും ആവട്ടെ, എന്റെ മുടി മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മുടി മുറിച്ചു, കേളിയായി. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ മുടീനെ കേളിയായിട്ടേ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഞാൻ അറാട്ട എന്ന് പറഞ്ഞ അറാട്ടയുടെ ജെല്ലും അതുപോലെ തന്നെ ഈ സാധനം ക്രീമും ഞാൻ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. പക്ഷെ എനിക്കത് വർക്കായില്ല. ബിക്കോസ് എനിക്കത് ഭയങ്കര ഹാർഷ് ആവുമായിരുന്നു മുടിയിൽ. അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് നിർത്തി. പിന്നെ കേളിനൊക്കെ ചെയ്താലോ യൂസ് ചെയ്താലോ എന്ന് ഓർത്തു. പക്ഷെ ഞാൻ പിന്നെ ഓർത്ത് എന്തിനാ, ഒരു പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഇതൊക്കെ ഞാൻ ഒരു പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ മുടി കുളിച്ച് കഴിഞ്ഞ് ഷാമ്പൂ കണ്ടീഷൻ ചെയ്ത് ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇടയ്ക്ക് മാത്രം ഇവിടെ ഇങ്ങനെ ഫ്രിസി ആയിട്ട് വരും, ഇവിടെ കണ്ടോ. അപ്പൊ ഞാൻ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അത്ര ഞാൻ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ മുടിയിൽ ഞാൻ പ്രൊഡക്ട്സ് ഉപയോഗിക്കാറില്ല. എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതാ ഉപയോഗിക്കണമെന്ന്. ഞാൻ എൻ്റെ മുടിയിൽ ഇതുവരെ അറാട്ട യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് വർക്ക് ആയില്ല. അത് 1-2 വർഷം മുമ്പാണ്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ മുടിയിൽ പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് നാച്ചുറലായിട്ട്. ഇപ്പം എൻ്റെ ഹെയർ ഇങ്ങനെയാണ്. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുടി ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ മുടിക്ക് വേറെ മാറ്റങ്ങളൊന്നും വരാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മുടി ഇങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നാറുണ്ട് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ. അപ്പം എൻ്റെ സ്ട്രെയിറ്റ് ഹെയറിന്ന് കേളി ഹെയറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, തന്നെ അത് ഷിഫ്റ്റായി മാറിയതാണ്. അതെങ്ങനെയാണ്, അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടുള്ള റീസൺസ് ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആയ കാരണവും വെള്ളത്തിന്റെ ചേഞ്ചും കാരണം വന്നൊരു ഒരു മിറാക്കിൾ പോലെയാണ് എൻ്റെ മുടിയുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ ആലോചിക്കുന്നത്. അതേ ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബ്രൗൺ ഒക്കെ കളർ ചെയ്തിട്ടുണ്ട്. മുടി നീണ്ടതാണ്. 1-1.5 വർഷം മുമ്പാണ് ഞാൻ മുടി ഇത്ര വെച്ച് കട്ട് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ തുമ്പ് മാത്രം ഇങ്ങനെ വെട്ടിക്കൊടുക്കും, അത്രേ ഉള്ളൂ. അത്രയും ഷോർട്ടാക്കി കട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം. അപ്പൊ എന്തായാലും എൻ്റെ സ്ട്രെയിറ്റ് ടു കേളി ഹെയർ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. നിങ്ങളുടെ എങ്ങനെ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പൊ എനിക്ക് മനസ്സിലായിരിക്കും കൂട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ചെറുക്കനാണ് എടാ അല്ലെങ്കിൽ ഞാൻ ഓർക്കും എനിക്ക് മാത്രമുള്ള എന്താന്ന്. പക്ഷെ എന്തായാലും ഡിഫക്റ്റ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എവ്രി വൺ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.